മാലിന്യമായ ഭീഷണിയോടും മകനും ഇവിടെ ഒരു ബാരിക്കേഡിന് പുറകിൽ നിന്നുകൊണ്ട് ഞങ്ങളിവിടെ ഒരു സമരം നടത്തിയതാ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുള്ള അങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഒരു സമരം വരുമ്പോൾ അതിന്റെ ഭാഗമായി കേൾക്കുമ്പോൾ ഈ ബാരിക്കേഡ് മറികടക്കാൻ ഞങ്ങളവിടെ എത്തും. ഞങ്ങൾ ഒരു സമരം സംഘടിപ്പിച്ചത് അല്ലാതെ കോൺടോറിന്റെ വീടിനുള്ളിലേക്ക് കയറി ചെല്ലാനായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇതല്ല ഈ ജില്ലയിലെ ഡിവൈഎഫ്ഐയെ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ വന്നില്ലേ. ഈ പ്രതിഷേധത്തിന്റെ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട സാഹചര്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഓരോ വീടിന് മുമ്പിൽ വന്നിരുന്നത് അതുപോലെ വരും ദിനങ്ങളിൽ ഇത്തരം ഒളിവേലകളുമായി കൂടാരത്തിനായി കോൺഗ്രസുമായി കൂട്ടുചേർന്നുകൊണ്ട് തോൽപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ 7 പതിറ്റാണ്ടുകാലമായി ഈ സംഘപരിവാറിന്റെ വർഗീയ അജണ്ടകളെ ചവിട്ടിയെറിഞ്ഞുകൊണ്ട് കേരളത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുവന്ന നേതാവാണ്. ആ സഖാവിന്റെ തലയ്ക്ക് വിലയിട്ടവർ തന്നെ ആ സഖാവിനെ മീഡിയ ഉപയോഗിച്ചുകൊണ്ടെന്ന് നശിപ്പിച്ചു കളയാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നാട്ടിലെ സാധാരണക്കാരെ മനുഷ്യൻ അവന്റെ ജീവൻ വെറുത്തും ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അമരക്കാരൻ പിണറായിയുടെ സന്ദർശനം ഒരുക്കും. അതോടൊപ്പം തന്നെ ഇവിടെ ഇന്ന് കുറച്ച് ആർഎസ്എസുകാര് ഒരു ബാരിക്കേഡിന്റെയും 3 പോലീസുകാരുടെയും സഹായത്തോടെ പുറകിൽ നിന്ന് കൂടിയിരിക്കുന്നുണ്ട്. ആരാണെന്നുണ്ടെങ്കിൽ ഇറങ്ങി വന്ന അന്തത്തോടെ ഈ പാർട്ടിയെ വെല്ലുവിളിച്ചു നോക്ക്. എന്താണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഡിവൈഎഫ്ഐയുടെയും സ്റ്റേറ്റ് എന്താണെന്നുള്ളത്. അല്ലാതെ 3 പോലീസുകാരെ വലിയ ബാരിക്കേഡിന്റെ പുറകിൽ നിന്ന് പറയാൻ മുന്നോട്ട് വരട്ടെ. ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ നാട്ടിലെ ഭരണപക്ഷത്തിന്റെ പിണറായി വിജയന് നേരെ ഇന്ന് നടത്തിയിട്ടുള്ള നിറവേറ്റം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ നമുക്ക് കാണാൻ സാധിക്കാത്തതാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ നമുക്കറിയാം വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ 2 മന്ത്രിമാരടക്കമുള്ള ആളുകൾ ഇതിന്റെ അകത്ത് പ്രതികളാണ് എന്നാണ് ഇഡി അടക്കം പറയുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ മന്ത്രിമാരെ അടക്കം അവരുടെ വീടുകളിലടക്കം റെയ്ഡ് നടത്താനോ അവരെ ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനോ പോലും ഈ നാട്ടിലെ ബിജെപി നേതൃത്വം നടക്കുന്ന ബിജെപിയുടെ വേട്ടപ്പട്ടിയായിട്ടുള്ള ഇഡിക്ക് സമയമില്ല. എന്നാൽ അവർ വേട്ടയാടാൻ വരുന്ന സഖാവ് പിണറായി വിജയനാണ്. ഈ പാർട്ടിക്ക് സൗകര്യമില്ല. ജോൺ ജോർജ് ബിജെപി പിടിച്ച് കേരളത്തെ കീഴടക്കി കളയാം, ഈ നാട്ടിലെ മതസൗഹാർദ്ദം തകർത്ത് കളയാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവസാനത്തെ ഡിവൈഎഫ്ഐ കാരണം കേരളത്തിൽ ജീവിച്ചിരിക്കുന്നവർക്കോടെ കാലം ഇന്ത്യയിൽ